ഹലോ, ഇത് എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ഓടിപ്പോകുന്നത്? ഒന്ന് നിന്നേ, ഒന്ന് നിന്നിട്ട് എൻ്റെ വീഡിയോയും കൂടെ ഒന്ന് നിങ്ങൾ കയറി കണ്ടാൽ എന്താ സുഹൃത്തുക്കളെ, ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഒന്ന് കയറി കണ്ടിട്ട് ആ വീഡിയോയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് 1,00,000 വ്യൂസോ 10,00,000 വ്യൂസൊക്കെ ഒന്ന് ആക്കി തരണം. എവിടെ കൂടിപ്പോയ 50 100 വ്യൂസ്, ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ്. എന്തെങ്കിലും ഈ ആഗ്രഹം സഫലമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നിവിടെ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ വെജിറ്റബിളിന് പറയുന്ന പേരാണ് ചൊരക്ക. ഈ ചൊരക്ക ഉപയോഗിച്ച് ഒരു ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചൊരക്ക അല്ലെങ്കിൽ തടിയൻകായ എന്നും പറയും. ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും അറിയപ്പെടുന്ന പേരുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കാണുന്നവരാണെങ്കിൽ. പിന്നെ ഈ ഒരു ഡിഷ് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതേപോലെ ചുരക്ക തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അകത്തെ കുരു എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ പീൽ ചെയ്തെടുക്കണം. പീൽ ചെയ്ത് ചെറുതായിട്ട് എടുക്കണം, അരിഞ്ഞെടുക്കരുത്. പീൽ ചെയ്ത് തന്നെ എടുക്കണം. എന്നാലേ ഇത് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം പീൽ ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ മധുരവും എല്ലാമൊക്കെ പിടിച്ച് ആ ചുരക്കയുടെ ആ ഒരു പച്ച ചൊവയൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും. ഇനി ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഞാൻ കുറച്ച് ചുരക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ തോനെ ഉണ്ടെങ്കിൽ അത്രയും എടുക്കുക. കാരണം എൻ്റെ കയ്യിൽ തോനെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര എടുത്തത്. ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചുരക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നെയ്യ് കൂട്ടാവുന്നതാണ് കേട്ടോ. കൂട്ടാനും കുറയ്ക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് 1 മിനിറ്റ് നേരം ഈ നെയ്യിലിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് പച്ചച്ചുവയൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരും. ആ സമയത്തേക്ക് നമ്മൾ ഇവിടെ പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പശുവും പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ പാലിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഏലക്ക ഉണ്ടല്ലോ, ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. വറ്റി വരുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയിട്ട്, നമ്മൾ മധുരത്തിനൊന്നും ചേർത്തില്ലല്ലോ. മധുരത്തിന് ഞാനിവിടെ 5-6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ആവശ്യം മതി. കാരണം ഹൽവയ്ക്ക് ഒരു മുമ്പിലോട്ട് മധുരം നിൽക്കണമല്ലോ, അതിനെയാണ് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ ചുരക്കയുടെ നമ്മളെടുത്ത സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മധുരം കൂട്ടിയും കുറയ്ക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പഞ്ചസാരയും ഈ തേങ്ങാപ്പാലും ഇതെല്ലാം നമ്മുടെ ചുരക്കയിലേക്ക് പിരിച്ച് വരണം. അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വറ്റി വരും. ആ വറ്റി വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നിങ്ങളുടെ കയ്യിലെ കാഷ്യൂനട്ടോ കിസ്മിസോ നമ്മുടെ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല, പക്ഷേ മുന്തിരിങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിലൊന്നും വഴറ്റിയൊന്നും ഇട്ട് കൊടുക്കുന്നത്, ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഉപരി നല്ല ടേസ്റ്റാണ്. പക്ഷേ വളരെ കുറച്ച് മാത്രമേ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾ പരസ്പരം അടിയാണ്. അവസാനം അടി ഉണ്ടാക്കി. അവർക്ക് ഇഷ്ടപ്പെടും. സാധാരണ ഇതൊക്കെ വിഴുക്കോട്ട് വെച്ച് കൊടുത്താൽ ഒന്നും കുട്ടികൾ കഴിക്കാറില്ല. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോഴാണ് പ്രായം കൂടി വരുന്നതനുസരിച്ചാണ് ഈ പച്ചക്കറികളിലോടൊക്കെ ഭയങ്കര താല്പര്യം തോന്നി തുടങ്ങി. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചുരക്ക ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവൾ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.